നമസ്കാരം, എല്ലാവർക്കും എൻ്റെ രുചികളിലേക്ക് സ്വാഗതം. ഞാനിന്ന് തേങ്ങ അരച്ച ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഇതിന് മീൻ പച്ചക്കറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്തിലേക്ക് ഞാൻ പുളിക്ക് വേണ്ടിയിട്ട് മാങ്ങയാണ് ചേർത്തേക്കുന്നത്. നല്ല ഈസി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തേങ്ങ ഒരു മിക്സിയുടെ ചെറിയ ജാറിലോട്ട് എടുത്തിട്ടുണ്ട്. ഒരു 1/4 കപ്പ് തേങ്ങയോളമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 1/2 കിലോ മീനില്ല ഞാനിപ്പോൾ കൂട്ടാൻ വെക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് തേങ്ങ എടുത്തേക്കുന്നത്. തേങ്ങയുടെ കൂടെ അരയ്ക്കാനായിട്ട് 4 ചുവന്നുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. എരിവിനായിട്ട് പച്ചമുളകും മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. തേങ്ങയ്ക്കകത്തിലേക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1.5 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. കൂടെ 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ഈ തേങ്ങ ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഞാനിവിടെ എടുത്തേക്കുന്നത് കോര അല്ലെങ്കിൽ ചെമ്പല്ലി എന്ന് പറയത്തില്ലേ, ആ മീനാണ്. അയലയും മത്തിയൊക്കെ ഇതേപോലെ മാങ്ങ ഇട്ട് വെച്ചാൽ നല്ല സൂപ്പറായിരിക്കും. മീനെല്ലാം വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 മുറി പുളിയുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ആദ്യമേ തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് വെള്ളത്തിനകത്തിൽ ഇട്ടേക്കണം. മീൻ കറി വെക്കാൻ പോകുമ്പോൾ അതിൽ നിന്നും വാരി എടുത്ത് മീനിനകത്തിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒരു ചെറിയ കഷ്ണം സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 3 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. കൂടെ ചെറുതായിട്ട് അരിഞ്ഞ കുറച്ച് ഇഞ്ചി കഷ്ണങ്ങളും ആ തേങ്ങ അരപ്പും ചേർത്ത് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിക്കാൻ വെക്കാം. മീൻ കഷ്ണങ്ങൾ വെന്ത് വരാൻ ആവശ്യമായ വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം ആദ്യത്തെ തിള വരുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ടേക്കണം. ആദ്യത്തെ ഒരു തിള വന്നു കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരുന്നാൽ മതി. മീൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്ത് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏറ്റവും ഒടുവിലായിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മീൻ പച്ചക്കറി വെച്ചത്, മാങ്ങയിട്ട് പച്ചക്കറി വെച്ചത് റെഡി ആയിട്ടുണ്ട്.